ഉത്തരമില്ലാത്ത രാത്രികളുടേതായിട്ടുള്ള ഒത്തിരി ചോദ്യചിഹ്നങ്ങൾ, നമ്മൾ ഒരു നാളിൽ നേരിട്ടതായിട്ടുള്ള തകർച്ചകൾ പലപ്പോഴും നമ്മുടെ ഫ്യൂച്ചറിനെ കൺട്രോൾ ചെയ്യാറുണ്ട്. ഇപ്പോഴും മനസ്സ് ഒരു മരുഭൂമിയുടേതായിട്ടുള്ള സിറ്റുവേഷനിൽ ട്രാപ്പായി കിടക്കുന്ന രീതി. പ്രശ്നത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. പ്രശ്നങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നത് മതിയാക്കുക. ആമേൻ. ഇസ്രായേൽ ജനങ്ങൾ 400 വർഷം സൈലൻസ് പീരീഡിലൊക്കെ കടന്നു പോകേണ്ടി വന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഭാഗ്യമുള്ളവരാണ്. കാരണം ഇന്നും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇന്നും ആ ദൈവത്തിൻ്റെ ശബ്ദം, ഇന്നും ദൈവത്തിൻ്റെതായിട്ടുള്ള ഇടപെടൽ നമുക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം കർത്താവ് ആമേൻ തൻ്റെ കരുണയെ നമ്മളിലേക്ക് കൃപയിലൂടെ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. So we are blessed, we are so lucky to be here in the presence of God. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുന്നതിൽ ഭാഗ്യവാന്മാരാണ്. നമ്മൾ ഓരോരുത്തർ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ വചനത്തിൽ നിന്ന് ചിലത് ധ്യാനിക്കുവാനായി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. നമുക്കെടുക്കാം സംഖ്യാപുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ. മോശെ കനാൻ ദേശം ഒറ്റുനോക്കുവാൻ അവരെ അയച്ചു. അവരോട്, നിങ്ങൾ ഈ വഴി തെക്കേ ദേശത്ത് ചെന്ന് മലയിൽ കയറി, ദേശം ഏത് വിധമുള്ളത്, അതിൽ കൂടിയിരിക്കുന്ന ജനം ബലവാന്മാരോ ബലഹീനരോ, ചുരുക്കമോ അധികമോ, അവർ പാർക്കുന്ന ദേശം നല്ലതോ ആകാത്തതോ, അവർ വസിക്കുന്ന പട്ടണങ്ങൾ പാളയങ്ങളോ കോട്ടകളോ, ദേശം പുഷ്ടിയുള്ളതോ പുഷ്ടിയില്ലാത്തതോ, അതിൽ വൃക്ഷമുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ നോക്കി അറിവൻ. നിങ്ങൾ ധൈര്യപ്പെട്ട് ദേശത്തിലെ ഫലങ്ങളും കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അത് മുന്തിരിങ്ങ പഴുത്തു തുടങ്ങുന്ന കാലമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ലോഡ് ക്വസ്റ്റ്യൻസ് മോശ ഉറ്റുനോക്കുവാൻ വേണ്ടി അയച്ച 2 വ്യക്തികളുടെ മേൽ അടിച്ചേൽപ്പിച്ച് വിട്ട ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ച് കേൾക്കുവാനായി കഴിഞ്ഞത്. ഹല്ലേലൂയ. ഒത്തിരി ചോദ്യങ്ങൾ, ഒരു ബണ്ടിൽ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലേ. ഒന്നും കൂടെ ഞാനൊന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ ചോദ്യങ്ങൾ ഇപ്രകാരമായിരുന്നു. അതിൽ ദേശം ഏത് വിധമുള്ളത്, അതിൽ കൂടിയിരിക്കുന്ന ജനം ബലവാന്മാരോ ബലഹീനരോ, ചുരുക്കമോ അധികമോ, അവർ പാർക്കുന്ന ദേശം നല്ലതോ ആകാത്തതോ, അവർ വസിക്കുന്ന പട്ടണങ്ങൾ പാളയങ്ങളോ കോട്ടകളോ, ദേശം പുഷ്ടിയുള്ളതോ പുഷ്ടിയില്ലാത്തതോ, അതിൽ വൃക്ഷമുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ നോക്കി അറിവൻ. ഒത്തിരി ചോദ്യങ്ങൾ. സംഭവം വേറൊന്നുമല്ല, നീണ്ട മരുഭൂ പ്രയാണത്തിൻ്റെ ഒരു എൻഡ് സീസണിലേക്ക് ഇസ്രായേലിയർ മുഴുവനായി അവർ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിവിടെ വായിച്ചു കേട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. സംഭവം മറ്റൊന്നുമല്ല, യോശുവയും കാലേബ് എന്ന് പറയുന്ന 2 വ്യക്തികളെ മോശെ എന്ന് പറയുന്ന ഇസ്രായേലിനെ നയിക്കുവാൻ തക്കവണ്ണം ദൈവം വിളിച്ച് വേർതിരിച്ച് അഭിഷേകം ചെയ്ത ആ ഒരു ലീഡർ, ആ ഒരു ദൈവഭക്തൻ ഈ 2 വ്യക്തികളെ, അതായത് കാലേബിനെയും യോശുവയും കനാൻ ദേശത്തിൽ ഉറ്റുനോക്കുവാൻ. കാരണം വാഗ്ദത്ത ദേശം എങ്ങനെയുള്ളത്, അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഡേഞ്ചർ എന്തെങ്കിലും ഉണ്ടോ, നമ്മൾ അവിടെ അറിഞ്ഞിരിക്കേണ്ട എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ, എന്തെങ്കിലും സ്പെഷ്യൽ കണ്ടീഷൻസ് ഉണ്ടോ എന്നൊക്കെ അവിടുത്തെ സിറ്റുവേഷൻ ഒന്ന് അറിയും. കാരണം കനാൻ എങ്ങനെയുള്ളതെന്ന് അവർ ഇതുവരെയും കണ്ടിട്ടില്ല. കനാന് അതിലുള്ള ജീവിത ശൈലി എങ്ങനെയാണ്, അവിടെ ഇത്രയും പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും, ഇത്രയും പേർക്കുള്ള ഭക്ഷണമുണ്ടോ, അവിടെ മഞ്ഞയുണ്ടോ, അവിടെ കാടപക്ഷിയുണ്ടോ, ഇതൊന്നും ഒരു ഐഡിയ ഇല്ല. അവിടെ മരുഭൂമിയാണോ അതോ അവിടെ ഹില്ലി ഏരിയ ആണോ, എന്താണ് സംഭവം എന്ന് ഇവർക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ സംഭവങ്ങൾ എന്താണ്, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കിന് വേണ്ടി 2 വ്യക്തികളെ പറഞ്ഞയക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ അവർ പറഞ്ഞയച്ചപ്പോൾ നൽകിയ ലക്ഷ്യങ്ങളുടെ ഭാഗമായിരുന്നു ഈ വായിച്ചു കേട്ട ചോദ്യങ്ങൾ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചില കാര്യങ്ങളിലേക്ക്, ചില ദൈവികമായ ദൈവം നമ്മൾക്കായി നൽകിയിരിക്കുന്ന ചില വാഗ്ദത്തങ്ങളിലേക്ക്, ചില ദൈവിക പദ്ധതികളിലേക്ക്, ചില അനുഗ്രഹങ്ങളിലേക്ക്, അല്ലെങ്കിൽ ചില പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ പലപ്പോഴും നമുക്കും ഇതുപോലെ അനിശ്ചിതത്വങ്ങളുടേതായിട്ടുള്ള ഒത്തിരി ചോദ്യങ്ങൾ നേരിടുന്ന അനുഭവം ഉണ്ടാകാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളൊരു കാര്യത്തിലേക്ക് കാൽ വയ്ക്കുമ്പോൾ മനുഷ്യൻ്റെതായിട്ടുള്ള ഹൃദയത്തിൻ്റെതായിട്ടുള്ളൊരു സിസ്റ്റം ഇപ്രകാരമാണ്. ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കടന്നു വരാറുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ സ്കൂളിൽ പോകുമ്പോഴായിരിക്കും, കോളേജിൽ പോകുമ്പോഴായിരിക്കും, വർക്കിന് പോകുമ്പോഴായിരിക്കും ഇന്ന് ലേറ്റ് ആകുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നൊരു കാലമുണ്ട്. പിന്നെ ഒരു സമയമൊക്കെ കഴിയുമ്പോൾ ഇവിടെ പിന്നെ അതൊന്നും ചിന്തിക്കില്ല. ഇനിയിപ്പോൾ ലേറ്റായാലും ആര് ചോദിക്കാനാണ് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും,
അതുമായിട്ട് യൂസ്ഡ് ആകാറുണ്ട്. പക്ഷേ എങ്കിലും തിരിച്ച് കടന്നു വരട്ടെ. ഒത്തിരി ചോദ്യങ്ങൾ. ഞാൻ കോളേജിലായിരിക്കുന്ന സമയത്തിൽ അയ്യോ ലേറ്റായി പോയല്ലോ, ഏത് സാറായിരിക്കും, കാരണം ടൈം ടേബിൾ പോലും നോക്കി കാണൂല, കിട്ടിയ കുറേ ബുക്കും എടുത്തുകൊണ്ടായിരിക്കും പോകുന്നത്, കാരണം നോട്ടൊന്നും എന്തായാലും എഴുതില്ല അവിടെ. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയാണ്. അപ്പോൾ ഓടിപ്പോയി ഏത് ടീച്ചറാണ് ക്ലാസ്സിലിരിക്കുന്നത് അറിയത്തില്ല, അറ്റൻഡൻസ് കിട്ടുമോ, എപ്പോൾ എത്തുമായിരിക്കാം, ഭക്ഷണം കിട്ടുമായിരിക്കുമോ, കഴിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഓരോ ദിവസം കോളേജിലേക്ക് ഓടിക്കൊണ്ടിരുന്നത്. ഇനി സ്കൂളിലായാലും അതുപോലെ തന്നെയാണ്. സ്കൂളിലും സമയത്തിന് എത്തുമോ, അവിടെ പോയിട്ട് ഇന്ന ഹോംവർക്കിൽ സ്കൂളിൽ പോയിട്ട് ചെയ്യാൻ സമയം കിട്ടുമോ, ചെയ്ത് തീർക്കാൻ കഴിയുമായിരിക്കും, സബ്മിറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും പ്രോജക്ട്സും അസൈൻമെൻറ്റ്സും, ഇങ്ങനെ തുടങ്ങി ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഇനി ജോലിയിലേക്ക് കടന്നു പോയാലും അവിടെയും കടന്നു വരാറുണ്ട്. ഇന്ന് എനിക്ക് ജോലി ചെയ്യാൻ പറ്റും, ഇന്നും ആ ഷോൾഡർ പെയിന് വരുമായിരിക്കോ, ഇന്നും തലകറക്കം വരുമായിരിക്കോ, ഇന്നും ആ ശരീരത്തിൻ്റെ ആ ഒരു അസ്വസ്ഥത കടന്നു വരുമായിരിക്കോ, ഇന്നും ക്ഷീണം വരുമായിരിക്കോ എന്നിങ്ങനെ തുടങ്ങി ഒത്തിരി ചോദ്യങ്ങൾ വരാറുണ്ട്. ഇന്ന് ആവശ്യത്തിനുള്ള ഓട്ടം കിട്ടുമായിരിക്കോ, ഇന്ന് മഴ പെയ്യുമായിരിക്കോ, അല്ലെങ്കിൽ ഇന്ന് അവിടെ പണിക്കാർക്ക് കൊടുക്കാനുള്ള ശമ്പളം ആളുടെ കയ്യിൽ ഉണ്ടായിരിക്കുമോ, ഇങ്ങനെ തുടങ്ങിയ ഒത്തിരി ചോദ്യങ്ങൾ പലപ്പോഴും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ വരാറുണ്ട്. ഇനി ജീവിതത്തിലെ വലിയ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി തരുമ്പോൾ അതിനേക്കാളും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പ്രത്യേകം ഒരു കുടുംബ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അല്ലേ ഉത്തരമില്ലാത്ത രാത്രികളുടേതായിട്ടുള്ള ഒത്തിരി ചോദ്യചിഹ്നങ്ങൾ നേരിടാറുണ്ടല്ലേ വിവാഹത്തിന് മുൻപ്. അല്ലെങ്കിൽ ഒരു ജോലിക്ക് കയറുമ്പോൾ ആദ്യമായിട്ടൊരു പുതിയൊരു ജോലിക്ക് പോകുമ്പോഴും അവിടെയും ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോഴും ഉണ്ടാകാറുണ്ട്. നേരത്തെ ബിസിനസ് പോലെ ആകാൻ പാടില്ല, അത് പൊളിഞ്ഞതുപോലെ പൊളിയാൻ പാടില്ല, ഇനി ചെയ്യുന്നത് നിലനിൽക്കാൻ കഴിയണം, ഇനി ചെയ്യുന്നതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം, ഇത് ശരിയാകുമായിരിക്കും, ഇത് തന്നെയാണോ ദൈവത്തിൻ്റെ ഹിതം, ഇവിടെ തന്നെയാണോ ദൈവം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ തന്നെയാണോ, അതോ അതാണോ ഇതാണോ എന്ന് പറഞ്ഞ ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ ചോദ്യങ്ങൾക്കപ്പുറമായി ഒരു ഫലമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ ആശങ്കാജനകമായിട്ടുള്ള, ഭയം ജനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുന്ന, ടെൻഷൻ അടുപ്പിക്കുന്ന ഒത്തിരി ചോദ്യങ്ങളുടെ നടുവിലാണ് നാം ജീവിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രിയിൽ നമ്മെ ഉറപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ഈ ചോദ്യങ്ങൾക്ക് പിന്നാലെ ഒരു ഫലമുണ്ട്. ഹല്ലേലൂയ. ഇത്രത്തോളം ചോദ്യങ്ങളും കൊണ്ട് കാലേബും യോശുവയും കനാനിൽ കടന്നു പോയപ്പോൾ അവർ കണ്ടൊരു കാഴ്ചയെന്ന് പറയുന്നത് പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ ദേശം. ഹല്ലേലൂയ. ഒത്തിരി അനിശ്ചിതത്വങ്ങളോടുകൂടിയാണ് ഇവർ ആ ദേശത്തിലേക്ക് കടന്നു പോകുന്നത്. പക്ഷേ അറ്റ് ലാസ്റ്റ് അവർ കണ്ടത് ഇപ്രകാരമായിരുന്നു. വലിയ മുന്തിരിക്കൊലകൾ. ഹല്ലേലൂയ. ഇതുവരെയും അവർ അനുഭവിച്ച രീതി എന്ന് പറയുമ്പോൾ മരുഭൂമിയായിരുന്നു. ഹല്ലേലൂയ. ഇതുവരെ അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവം എന്ന് പറയുമ്പോൾ മന്ന മാത്രം, അല്ലെങ്കിൽ കാട മാത്രം, അതിനപ്പുറം വേറെ ഒന്നുമില്ല. വേറൊരു അഗ്രികൾച്ചറിനുള്ള സിറ്റുവേഷൻ ഇല്ല. ഫുള്ള് മണലാരണ്യമാണ്, ഫുള്ള് മരുഭൂപ്രദേശമാണ്. അപ്പോൾ ഒന്നിലേക്കും, അല്ലെങ്കിൽ ഒരു സമൃദ്ധി എന്തെന്ന് അവർക്ക് അനുഭവിക്കാനായി കഴിഞ്ഞിട്ടില്ല. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും കുറവില്ല, ദൈവം പോറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ്റെ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവിൽ, ഈ ചോദ്യങ്ങളുടേതായിട്ടുള്ള കണ്ണിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പക്ഷെ കുറവായി തോന്നിന്ന് വരാം. പക്ഷേ ആക്ച്വലി നമ്മൾ ആ സാഹചര്യത്തെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒന്നും ചെയ്യേണ്ട, ഇരിക്കുന്നിടത്ത് തന്നെ ഭക്ഷണം വന്ന് വീഴുകയാണ്. ഹല്ലേലൂയ. മഞ്ഞിൽ പൊതിഞ്ഞ മന്ന. ഇരിക്കുന്നിടത്ത് തന്നെ കാടപ്പക്ഷി, അത് നല്ല ഒന്നാം തരം ക്വാളിറ്റിയുള്ള ബേർഡ് മീറ്റ് തന്നെ അവരുടെ അടുക്കലേക്ക് ദൈവം കൊണ്ടെത്തിക്കുന്നു. ഹല്ലേലൂയ. AC അന്ന് കണ്ടുപിടിച്ചില്ല, പക്ഷേ സ്വർഗത്തിൽ നിന്ന് അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്നവർക്ക് AC ആയിട്ട് പകൽ മേഘസ്തംഭവും, അല്ലെങ്കിൽ രാത്രി അഗ്നിസ്തംഭം, രാത്രി ഹീറ്റർ, രാവിലെ AC, അങ്ങനെ ഫുൾ സെറ്റപ്പ് ദൈവം നൽകുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടിക്കാൻ വെള്ളം ആവശ്യം വേണ്ടെന്ന് വന്ന സമയത്തിൽ വെള്ളം ദൈവം നൽകി. ഒന്നിനും കുറവില്ലാതെ ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തുവാനിടയായിത്തീർന്നു. പക്ഷേ ചോദ്യങ്ങളുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ, ചോദ്യങ്ങളുടേതായിട്ടുള്ള കണ്ണിൽ നോക്കുമ്പോൾ ഒരു പരിശോധനയിലൂടെ, ഒരു പ്രതിസന്ധിയിലൂടെയായിരുന്നു. പക്ഷേ മറ്റൊരു കണ്ണിലൂടെ, അല്ലെങ്കിൽ മറ്റൊരു ദിശയിലൂടെ നാം നോക്കുമ്പോൾ ദൈവത്തിൻ്റെതായിട്ടുള്ള കൃപയും കരുണയും ഇസ്രായേൽ ജനത്തെ പൊതിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു മരുഭൂപ്രയാണം. ഹല്ലേലൂയ. എങ്കിലും ഞാൻ തിരിച്ചു കടന്നു വരട്ടെ. മാനുഷികമായി നോക്കുമ്പോൾ മരുഭൂപ്രയാണം എന്ന് പറയുന്നത് കുറച്ച് ദുർഘടകരമാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരു നാളിൽ കടന്നു വന്ന പ്രശ്നങ്ങൾ, ഒരു നാളിൽ നമ്മൾ നേരിടുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, നമ്മൾ ഒരു നാളിൽ നേരിട്ടതായിട്ടുള്ള തകർച്ചകൾ, ഇത് പലപ്പോഴും നമ്മുടെ ഫ്യൂച്ചറിനെ കൺട്രോൾ ചെയ്യാറുണ്ട്. ആമേൻ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഒരു ട്രാപ്പിലായി പോകാറുണ്ട്. പാസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രാപ്പ്,
കഴിഞ്ഞ നാളുകളിൽ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വന്ന മരുഭൂമി എന്ന് പറയുന്ന പല കെണികളിലും നമ്മൾ അകപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഹല്ലേലൂയ. എപ്രകാരമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നിൽ കനാനുണ്ടെന്ന് പറഞ്ഞാലും കനാനിലേക്ക് പോകുവാൻ തക്കവണ്ണം നമുക്ക് മനസ്സുകൊണ്ട് ഒരുങ്ങുവാനേ കഴിയാതെ വണ്ണം ഇപ്പോഴും മനസ്സ് ഒരു മരുഭൂമിയുടേതായിട്ടുള്ള സിറ്റുവേഷനിൽ ട്രാപ്പായി കിടക്കുന്ന രീതി. ഹല്ലേലൂയ. മരുഭൂമിയിൽ നേരിട്ട കഷ്ടത എനിക്ക് കനാനിലും ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. കനാനിൽ പോയാലും എൻ്റെ ജീവിതം ശരിയാകുമോ, അതോ എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണോ എന്ന രീതിയിൽ ആമേൻ ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന മാറ്റങ്ങൾ, അനുഗ്രഹങ്ങൾ ആമേൻ മേടിക്കുവാൻ, സ്വീകരിക്കുവാൻ നാം യോഗ്യരല്ല എന്ന രീതിയിൽ പലപ്പോഴും പിശാച് നമ്മുടെ മൈൻഡിനെ, നമ്മുടെ ഹൃദയത്തെ കണ്ടീഷൻ ചെയ്ത് നമ്മുടെ ഹൃദയത്തെ അത്തരത്തിലൊരു മനോഭാവത്തിലേക്ക് കൊണ്ടാക്കി പലപ്പോഴും നമ്മുടെ ഭൂതകാലത്തിൽ നമ്മളെ ട്രാപ്പ് ചെയ്തിടാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ അകപ്പെടുത്തി വയ്ക്കുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഇന്ന് ഈ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആമേൻ ഇന്ന് നോക്കിയിട്ട്, ഇന്നലെ നോക്കിയിട്ട് നിങ്ങളുടെ നാളെപ്പറ്റി നിങ്ങൾ വിചാരപ്പെടരുത്. ഹല്ലേലൂയ. ഇന്നത്തെ നിങ്ങളുടെ അനുഭവങ്ങൾ നോക്കി, ഇന്നലത്തെ നിങ്ങളുടെ അനുഭവങ്ങൾ നോക്കി നിങ്ങളുടെ നാളെയെപ്പറ്റി നിങ്ങൾ വിധി എഴുതരുത്. ഹല്ലേലൂയ. ഇന്നത്തെ നിങ്ങളുടെ ആമേൻ സ്ഥിതിഗതികൾ നോക്കി, ഇന്നലത്തെ നിങ്ങളുടെ സ്ഥിതികൾ നോക്കി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഭാവിയെ ചോദ്യം ചെയ്യരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം പൈലറ്റ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന രീതി ഇങ്ങനെയാണ്. റൺവേയിലായിരിക്കണം നമ്മുടെ ശ്രദ്ധയായിരിക്കേണ്ടത്. റൺവേ നോക്കിയായിരിക്കണം ഫ്ലൈറ്റ് ഓടിച്ച് ടേക്ക് ഓഫ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ പോയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഫ്ലൈറ്റിലൊക്കെ ഒരിക്കലെങ്കിലും കയറിയിട്ടുള്ളവർക്കറിയാം, ഈ റൺവേ മൊത്തം വേറൊരിടവും ശ്രദ്ധ പോകാത്ത രീതിയിൽ ഫുള്ള് രാത്രിയാണെങ്കിൽ ഫുൾ ലൈറ്റ്സ് ആയിരിക്കും റൺവേ. കാരണം റൺവേയിൽ മാത്രം ശ്രദ്ധ വരുവാനായിട്ട്. ഇനി രാവിലെ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ അടുത്തൊന്നും വേറെ ഒന്നും കാണത്തില്ല, ഫുൾ എംപ്റ്റി ആയിരിക്കും. ഈ റോഡ് മാത്രം കിടക്കും, ബാക്കി എല്ലാം തരിശു ഭൂമിയായിട്ട് കിടക്കും, വേറൊരു ശ്രദ്ധയിലേക്കും പോകത്തില്ല. അത്തരത്തിൽ ആ റൺവേയിലേക്ക് മാത്രമായിരിക്കും ശ്രദ്ധ. പക്ഷെ അതിനർത്ഥം അവിടെ റൺവേ മാത്രമേ ഉള്ളൂ എന്നാണോ? അല്ല, പല പ്രതിസന്ധികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി ആകാശത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ ഒരു എയറിലൊരു റൂട്ടുണ്ട്. ചുമ്മാ തോന്നിയ വശം പോകാൻ പറ്റില്ല. അല്ലാതെ എയർ കൺട്രോൾ റൂമിൻ്റെ നിർദ്ദേശപ്രകാരവും അവർ ചാർട്ട് ചെയ്തിരിക്കുന്ന ഒരു റൂട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ റൂട്ടിലൂടെ പോകാവൂ. പക്ഷേ അതിനർത്ഥം വേറെ ഒന്നും ഇല്ലയെന്നില്ല. ഒത്തിരി ഹഡിൽസ് അല്ലെങ്കിൽ ഒത്തിരി അതിനെ തടസ്സപ്പെടുത്താവുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ ആമൻ ഈ റൂട്ടിൽ മാത്രം അല്ലെങ്കിൽ ആ വഴിയിൽ മാത്രം ശ്രദ്ധിച്ച് ഒരു ഫ്ലൈറ്റ് പറപ്പിക്കുമ്പോഴാണ് അത് ആമൻ ഉയരേണ്ടുന്ന സമയത്ത് ഉയരുന്നതും പറക്കേണ്ടുന്ന സമയത്തിൽ പറക്കുന്നതും എത്തിച്ചേരേണ്ടുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നതും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടിയോട് നമ്മളൊരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അതിനെപ്പറ്റി ഒരു ജിജ്ഞാസ ഉണ്ടാകാറുണ്ടല്ലേ? അത് ചെയ്താൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ചെയ്യാനായിട്ട് ഒരു മനോഭാവം ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഈ ചെയറിലിരിക്കരുത് എന്നൊരു കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനകത്തായാലും സോഫയിലിരിക്കരുത്, കട്ടിലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കരുത്, സ്നാക്സ് കഴിക്കരുത്, അല്ലെങ്കിൽ 4 മണിക്ക് TV ഇടരുത് എന്ന് നമ്മൾ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം പറയുമ്പോൾ കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈഗോ ജനറേറ്റ് ആകും അല്ലേ? എന്ത് ചെയ്യരുതെന്ന് പറയോ അത് ചെയ്യാനായിട്ടുള്ളൊരു സാമാന്യ മനുഷ്യർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകാറുണ്ട്. ഹല്ലേലൂയ. ആ ഒരു ജിജ്ഞാസ ഉണ്ടാകാറുണ്ട്, എന്തായിരിക്കാം അത് ചെയ്താലുണ്ടാകുന്നത്. പക്ഷേ അതൊന്നും പറയാതെ ഡൈനിങ് ടേബിളിൽ ഇരുന്നാണ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ TV കാണേണ്ടുന്ന സമയം 3 മണിയാണ്, അല്ലെങ്കിൽ 8 മണിയാണ്, അല്ലെങ്കിൽ 8 to 8:30 അല്ലെങ്കിൽ 7 to 7:30 എന്ന് പോസിറ്റീവായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവിലേക്ക് ഒരു ചിന്ത പോകാനുള്ള സാധ്യത കുറവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറയുകയാണ്, എല്ലാവരും എന്നെ നോക്കുവേൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഈ ഫാനിൽ നോക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പലരും നോക്കി അല്ലേ? ഫാനിലേക്ക് ജസ്റ്റെങ്കിലും നമ്മുടെ ശ്രദ്ധ പോയി. അപ്പോൾ നോക്കാൻ പാടില്ലാത്ത കാര്യം, പ്രശ്നത്തെ നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
അതിലേക്ക് നമ്മൾ കൂടുതൽ നമ്മുടെ ശ്രദ്ധയെ കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇതുവരെ ആ ഫാനിനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു, എന്നെ നോക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും. പക്ഷേ ആ ഫാൻ നോക്കരുതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു എലമെൻറ്റ് നമ്മുടെ കോൺഷ്യസിൽ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് അത് കടന്നു വരാനിടയായിരുന്നു അല്ലേ. ഫാൻ അവിടെയുണ്ട്, ഇങ്ങനൊരു സംഭവം അവിടെ ഇരിപ്പുണ്ട് എന്നൊരു ചിന്താഗതിയിലേക്ക് അത് നമ്മളെ തീരുവാനിടയായിരുന്നു. കൂടെ വരുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. കാരണം വചനം തന്നെ പറയുന്നത് എന്താണ്? ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ തന്നെ മനസ്സിലാക്കേണ്ടത്, ലോകത്തിൽ ഒത്തിരി കഷ്ടതകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടത് വരും. അനുഗ്രഹങ്ങൾ ദൈവം നമുക്കായി വെച്ചിട്ടുണ്ടെങ്കിലും, ദൈവം നമുക്ക് വാഗ്ദത്തങ്ങളെ വെച്ചിട്ടുണ്ടെങ്കിലും, ദൈവം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിലും അതിനെല്ലാം ഒരു എന്താ പറയുക, തടസ്സങ്ങളുണ്ട്. അതിനെല്ലാം പ്രതിസന്ധികൾ കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ പ്രശ്നത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ അല്ലെങ്കിൽ പ്രശ്നത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും നമുക്ക് ആ സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റത്തില്ല. എപ്പോഴും നമ്മുടെ ചിന്തയിൽ ആ പ്രശ്നം അവിടെ കിടപ്പുണ്ട്, ആ പ്രശ്നം അവിടെ ഇരിപ്പുണ്ട്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മുടെ ചിന്ത എന്ത് ചെയ്യും? നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും ആ പ്രശ്നങ്ങളുടെ പരിധിക്കകത്ത് നമ്മൾ വീണ് പോകാൻ സാധ്യതയുണ്ട്. വചനത്തിൽ തന്നെ നോക്കുമ്പോൾ പത്രോസ് ഒരിക്കൽ യേശുവിനെ ദൂരത്ത് വെച്ച് തന്നെ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു വരുന്നത് കണ്ടപ്പോൾ പത്രോസും ശിഷ്യന്മാരെല്ലാവരും കൂടെ അവർ നിലവിളിച്ച് പറയാൻ തുടങ്ങി, ഭൂതം ഭൂതം എന്ന് പറയാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് യേശു അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു എന്താണ്, ഞാൻ ഭൂതമല്ല, എന്താണ് ഞാനാകുന്നു എന്നുള്ള രീതിയിൽ, ഞാനാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ മനസ്സിലായി ഇത് യേശു ആയിരിക്കാം. അപ്പോഴത്തേക്കും പത്രോസ് പറഞ്ഞു, നീ യേശു ആണെങ്കിൽ അടുക്കിലേക്ക് വരാനായിട്ട് എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞു അല്ലേ. ഹല്ലേലൂയ. അപ്പോഴേക്കും കർത്താവ് പറഞ്ഞു വാ എന്ന് പറഞ്ഞു, ഒരൊറ്റ വാക്ക്, കം എന്ന് പറഞ്ഞു, വരൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പത്രോസ് എന്ത് ചെയ്തു? അവൻ വെള്ളത്തിന് മേൽ ഓരോ കാല് വെച്ച് ഓരോ കാൽവെപ്പ് വെച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി? അവൻ നടക്കുവാനായി തുടങ്ങി. ഹല്ലേലൂയ. പക്ഷെ കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അവൻ്റെ ശ്രദ്ധയിലേക്ക് തിരമാല, അപ്പോഴും തിരമാലയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഈ തിരമാലയും കാറ്റുമൊക്കെ അടിച്ച് ഇവരൊരു പരിവായിട്ടിരുന്നപ്പോഴാണ് സത്യം പറഞ്ഞ യേശു കർത്താവ് തക്ക സമയത്ത് വന്നത്. അപ്പം മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്, ഇവൻ ഈ കാൽ വെച്ച് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുമ്പോഴും തിരമാലയുണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു. പക്ഷേ എപ്പോൾ ശ്രദ്ധ യേശുവിൽ നിന്നുള്ളത് മാറി ഈ തിരമാലയിലും ഈ കാറ്റിലേക്ക് തിരിഞ്ഞോ, അപ്പോൾ പത്രോസ് മുങ്ങാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ഭാഗത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നെന്ന് പറയുന്നത്, പ്രശ്നങ്ങളുടെ നടുവിലും പരിഹാരത്തിലേക്ക് നമുക്ക് കടക്കുവാനേ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനുള്ളൊരു അഭിഷേകമാണ്, അതിനുള്ളൊരു ശക്തിയാണ്, അതിനുള്ളൊരു തിരഞ്ഞെടുപ്പാണ് ദൈവം തൻ്റെ മക്കൾക്ക് നൽകിയിരിക്കുന്നത്. ആമേൻ. കാരണം യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ താൻ നമുക്ക് മാതൃകയായി കാണിച്ചു തന്ന ഒന്നുണ്ട്. പ്രതിസന്ധികളുടെ നടുവിലും പ്രശ്നങ്ങളുടെ നടുവിലും പോരാട്ടങ്ങളുടെ നടുവിലും അതിനൊന്നും തോറ്റുകൊടുക്കാതെ വണ്ണം സകലവിധമാകുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെയും പോരാട്ടങ്ങളെയും ചവിട്ടുപടിയായി കണ്ടുകൊണ്ട് ജയത്തിൻ്റെതായിട്ടുള്ള ജയക്കൊടി ഉയർത്തിക്കൊണ്ട് ഒരു ജയവീരനായി ജീവിച്ചു കാണിച്ച ഒരു മനുഷ്യനത്രേ, ദൈവപുത്രനത്രേ യേശു എന്ന് പറയുന്ന ആ മനുഷ്യപുത്രൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടെ വരുന്നുണ്ടോ? അപ്പോൾ അതിൽ തന്നെ നമുക്ക് മാതൃകയാകുവാനേ കഴിയുന്നത്, ഇന്ന് ദൈവമക്കളായി യേശു കർത്താവ് തൻ്റെ ആത്മാവിനെ നമുക്ക് വേണ്ടി നൽകി വെച്ച് കടന്നു പോയിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നമുക്കൊരു പ്രത്യേകത ഉണ്ടാകണം. പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ നമുക്കൊരു തടസ്സമാകാൻ പാടില്ല. ഹല്ലേലൂയ. അതൊരു തടസ്സമേ അല്ലാന്നേ. സ്തോത്രം. കാരണം വചനം പഠിപ്പിക്കുന്നത് പുഷ്ടിയാൽ നുകം തകരുന്നു. ഹല്ലേലൂയ. പുഷ്ടിയാൽ നുകം തകരും. ദൈവത്തിൻ്റെ ശക്തി ഒരുവൻ്റെ മേൽ കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് ഒരുവൻ്റെ മേൽ കടന്നു വരുമ്പോൾ, അഥവാ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ കടന്നു വരുമ്പോൾ പിന്നെ നുകത്തിന് സ്ഥാനമില്ല. ഒന്നിനും നമ്മുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല. പിന്നെ നമ്മുടെ ജീവിതത്തിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളിൽ ആവസിക്കുന്ന നമ്മളെ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളെ നയിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, തിരിച്ചു വരാം. അപ്പോൾ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്ന മറ്റൊന്നിനുമല്ല ഈ പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്യുവാനാണ്. ഹല്ലേലൂയ. ആകയാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പെർസ്പെക്റ്റീവ്,
നമ്മുടെ മനസ്സിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യേണ്ട ഒരു രീതി ഇപ്രകാരമാണ്. ആമേൻ. ഇവിടെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രശ്നങ്ങളെ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് മതിയാക്കുക. ഹല്ലേലൂയ. ആമേൻ. തടസ്സങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത് മതിയാക്കുക. ഒഴിവ് കഴിവുകൾ കണ്ടെത്തുന്നത് മതിയാക്കുക. നമ്മുടെ കുറവുകളെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നത് മതിയാക്കുക. അയോഗ്യതകളെ മാത്രം എപ്പോഴും പൊക്കിപ്പിടിക്കുന്ന മനസ്സിൻ്റെതായിട്ടുള്ള ചിന്തകളെ, അഭിപ്രായങ്ങളെ അതിനെ സപ്രസ് ചെയ്തുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നതായിട്ടുള്ള ആമേൻ ഒരു ഡെസ്റ്റിനേഷനുണ്ട്. ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതായിട്ടുള്ള ചില അവകാശങ്ങളുണ്ട്. ദൈവം നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ഫ്യൂച്ചറുണ്ട്. അതിലേക്ക് അത്രേ നമ്മുടെ ശ്രദ്ധ തിരികേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് എപ്രകാരമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തെന്താണ്, നാളെ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ ഒന്ന് നമുക്കറിയാൻ പറ്റണം, നമ്മുടെ ഫ്യൂച്ചർ എന്നത് ദൈവമാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു യേശുവാണ് നമ്മുടെ ഫ്യൂച്ചർ എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആമേൻ മറ്റൊരിടവും നോക്കാനില്ല. ആ കർത്താവിലേക്ക് നോക്കിയാൽ മാത്രം മതി. പ്രശ്നങ്ങൾ പിന്നെ പമ്പ കടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചു കടന്നു വരട്ടെ ദൈവമക്കളെ. ഞാൻ ഇത്രമാത്രം പറഞ്ഞിവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. പ്രശ്നങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നത് മതിയാക്കുക. സ്തോത്രം, ആമേൻ. നമ്മുടെ ജീവിതത്തിലെ പരിഹാരകനാകുന്ന ആ യേശു ക്രിസ്തുവിൽ, ആ ദൈവത്തിൽ നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിക്കാമെങ്കിൽ, കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് ഞാൻ പറയാം, എങ്ങനെ ദൈവത്തിലേക്ക് ശ്രദ്ധിക്കാം, എങ്ങനെ ഈ കർത്താവിനെ നോക്കാം എന്നൊക്കെ ഒരു ചോദ്യചിഹ്നം ഒരു പക്ഷേ ഉണ്ടാകുന്നുണ്ടായിരിക്കാം. വളരെ സിമ്പിളാണ് ആൻസർ. ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു കുറ്റബോധം വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ, ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു അനുഭവം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ സമയം സ്പെൻഡ് ചെയ്യാം. എന്താണ് പരിഹാരമെന്ന് നമ്മൾ അറിയുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത്, കർത്താവേ എനിക്ക് ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്ര കോടി രൂപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതല്ല. ആ തകർച്ചയുടെ മധ്യത്തിൽ, ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ, ആ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പോലും നമുക്കറിയില്ലായിരിക്കാം. എങ്കിലും ദൈവസന്നിധിയിൽ ആമീൻ നമുക്കറിയാവുന്നുള്ള വണ്ണത്തിൽ ആമീൻ യേശുവേ നന്ദി എന്നോ യേശുവേ സ്തോത്രമെന്നോ അന്യഭാഷയുള്ളവർക്ക് വേണ്ടി പറഞ്ഞിട്ട് അന്യഭാഷയിലിരുന്ന് ഒന്നും മനസ്സിലാകുന്നില്ലായിരിക്കും, ഒന്നും അറിയില്ലായിരിക്കാം, എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് ഒരു പിടിയില്ലായിരിക്കും. പക്ഷേ അന്യഭാഷയിൽ ആ പ്രതിസന്ധിയുടെ മധ്യത്തിലിരുന്ന് ദൈവസന്നിധിയിൽ സമയം സ്പെൻഡ് ചെയ്യാമെങ്കിൽ പരിഹാരം വിദൂരത്തിലല്ല, പരിഹാരം അടുത്ത് തന്നെ ഉണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ഒത്തിരി വിദൂരത്തിലല്ല, നിന്റെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ വളരെ അടുത്തു തന്നെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇവിടെ നോക്കണം ദൈവമക്കളെ, നമ്മൾ ആ സംഖ്യാപുസ്തകം 13-ാം അധ്യായം ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ആമേൻ ഒന്ന് മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനേ കഴിയുന്നൊരു ഭാഗം എന്നത് കനാൻ ദേശം വളരെ അടുത്തായിരുന്നു. സ്തോത്രം. പക്ഷെ ഇവരാരും കയറിയില്ല. ഹല്ലേലൂയ. 2 പേർ മാത്രം അതിനകത്ത് പ്രവേശിച്ചു, ബാക്കി ആർക്കും കയറാൻ പറ്റിയില്ല. കാരണം എന്താണെന്നറിയാവോ? 2 പേർ അവർ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് യാത്ര ചെയ്തു. പ്രൈസ് ദി ലോർഡ്. മറ്റു വ്യക്തികളെ നോക്കുമ്പോൾ അവർ ചോദ്യങ്ങളുടെ കുരുക്കിനകത്ത് അകപ്പെട്ട് പെറുപെറുപ്പിലായിപ്പോയി. സ്തോത്രം, ആമേൻ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെ ഇങ്ങനെയുള്ള ഈ കെണികൾ പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ കൊളുത്ത് പോലെ ഇരിക്കുന്ന ആമേൻ ചോദ്യചിഹ്നങ്ങളിൽ നമ്മുടെ ശ്രദ്ധയെ ആഴ്ന്നിറക്കി കഴിഞ്ഞാൽ നമ്മൾ അകപ്പെട്ടു പോകും, മുന്നേറാൻ പറ്റത്തില്ല. പലപ്പോഴും പരിഹാരം അടുത്താണ്, പരിഹാരങ്ങൾ തൊട്ടടുത്ത് തന്നെയുണ്ട്. പക്ഷേ ഈ കൊളുത്തിൽ അകപ്പെട്ടു പോയാൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റത്തില്ല. പിന്നെ അടുത്തുള്ള പരിഹാരം നമുക്ക് വിദൂരത്തിലുള്ളതുപോലെ ആയിത്തീരുന്നു. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, ഈ പ്രശ്നങ്ങളെ വകവയ്ക്കാതെ വണ്ണം ദൈവത്തിൽ നിന്ന് ട്രസ്റ്റ് ചെയ്യാമെങ്കിൽ അടുത്തിരിക്കുന്ന ദൈവം നമ്മുടെ അടുക്കൽ നമുക്ക് വേണ്ടി ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന സൊല്യൂഷൻസ്, അനുഗ്രഹങ്ങൾ, വാഗ്ദത്തങ്ങൾ അത് എപ്പോഴും അടുത്തല്ല, അത് നമ്മുടെ അവകാശമായി തീരുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറും വാക്കുകളായി എടുക്കരുത്. ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്, ചിലരോടൊക്കെ വ്യക്തമായി പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. ഒരു ശീതോഷ്ണവാനെ പോലെ ജീവിക്കുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്? ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല. ഇന്ന് കർത്താവ് പറയുക, ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുവാൻ, ഒന്നെങ്കിൽ ദൈവത്തിൻ്റെ സൈഡിൽ, അല്ലെങ്കിൽ
ചോദ്യങ്ങളുടെ സൈഡിൽ. പക്ഷെ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആ പ്രശ്നങ്ങളതെ ചോദ്യചിഹ്നങ്ങൾ, പ്രതിസന്ധികളുടെ സൈഡിൽ മൊത്തത്തിൽ പോകുന്ന അനുഭവങ്ങളല്ല, ഇന്ന് നമുക്ക് ദൈവത്തിൽ മുഴുവനായി നമുക്ക് നമ്മെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഒരു ഉഷ്ണവാനായി തീരാൻ നമുക്ക് ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന അഭിഷേകത്തെ വേസ്റ്റ് ചെയ്യാതെ വണ്ണം, ദൈവം നമ്മുടെ ഉള്ളിൽ തന്നതായിട്ടുള്ള വിശ്വാസത്തെ വേസ്റ്റ് ചെയ്യാതെ വണ്ണം, ആ തീജ്വാലയെ വേസ്റ്റ് ചെയ്യാതെ വണ്ണം അത് ജ്വലിപ്പിക്കുന്ന ഒന്നായിട്ട്, ജ്വലിപ്പിക്കുന്ന ഒരു തീപ്പന്തമായിട്ട്, ജ്വലിപ്പിക്കുന്നൊരു വിളക്കായിട്ട് നമുക്ക് ശോഭിക്കാമെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്നിൽ കത്തുന്ന അഭിഷേകം, നിന്നിൽ കത്തുന്ന അവിശ്വാസം, നിന്നിൽ കത്തുന്ന ദൈവത്തോടുള്ള പാഷൻ അത് വ്യർത്ഥമാകത്തില്ല. ദൈവം അത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കണമെന്ന്, ദൈവം അത് നിന്റെ അനുഗ്രഹങ്ങളെ അൺലോക്ക് ചെയ്യുവാനായിട്ട് ഉപയോഗപ്പെടുത്തുമെന്ന്, ദൈവം നിന്നുള്ള വാഗ്ദത്തങ്ങളെ ആമേൻ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അഭിഷേകത്തെ നിന്റെ ജീവിതത്തിൽ ചാനലൈസ് ചെയ്യുമെന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റെടുക്കാം. കർത്താവേ, അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു, അങ്ങിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിതാവേ. പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി ഒളിക്കുന്ന അവസ്ഥകളല്ല, ഓടി ആമേൻ ക്ഷീണിക്കുന്ന അവസ്ഥകളല്ല, പരിഹാരങ്ങളുടെ പിന്നാലെ ഓടുന്ന അവസ്ഥകളല്ല. അതിലുപരിയായി നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാമെങ്കിൽ അവൻ നമ്മുടെ ജീവിതത്തിൽ വ്യക്തത നൽകും, അവൻ നമ്മുടെ ജീവിതത്തിൽ ക്ലാരിറ്റി നൽകും, അവൻ നമ്മുടെ ജീവിതത്തിൽ ശക്തി നൽകും, ബലം നൽകും. പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ, പരിശോധനകളെ അതിജീവിക്കുവാനുള്ള ബലം അവൻ ദൈവം നൽകുവാൻ ശക്തനാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.